നമസ്കാരം. ഗൾഫ് ഫോക്കസ് ആരംഭിക്കുന്നു. സ്വാഗതം. വഖഫ് നിയമ ഭേദഗതി ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം. രാഷ്ട്രപതി ഒപ്പിട്ടതോടെ ബില്ല് നിയമമായി. അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. അച്യുതൻ, രാജ്യത്താകെ വലിയ പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ വഖഫ് ബില്ല് പാസ്സായിരിക്കുന്നത്. അതിപ്പോൾ ബില്ല് രാഷ്ട്രപതിയുടെ അംഗീകാരം കൂടി ലഭിച്ചിരിക്കുന്നു. വിവരങ്ങൾ എങ്ങനെയാണ്? പ്രവിത, കഴിഞ്ഞ ദിവസമാണ് പാർലമെന്റിന്റെ ഇരുസഭകളും വഖഫ് നിയമ ഭേദഗതി ബില്ല് പാസാക്കിയത്. ഈ ബില്ല് അവതരിപ്പിച്ച ഘട്ടത്തിൽ തന്നെ വലിയ പ്രതിഷേധമാണ് സഭയ്ക്കകത്ത് പ്രതിപക്ഷം നടത്തിയത്. കാരണം ഈ ബില്ലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പല ഭേദഗതികളും അത് ആ വിഭാഗത്തെ, മുസ്ലിം വിഭാഗത്തെ അല്ലെങ്കിൽ അവർക്ക് നേരെയുള്ള നേരിട്ടുള്ള ആക്രമണമാണ് എന്ന രീതിയിലായിരുന്നു പ്രതിപക്ഷം ചർച്ചാവേളയിൽ അടക്കം ഉന്നയിച്ചത്. അതിനുശേഷം ബില്ല് ഇരുസഭകളിലും പാസാക്കി രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി അയക്കുകയായിരുന്നു. ഈ വേളയിൽ തന്നെ നിരവധി പ്രതിഷേധങ്ങൾ രാജ്യത്തിന്റെ പലയിടത്തും ഉയർന്നിരുന്നു. ഇന്ന് വിദ്യാർത്ഥി സംഘടനകളടക്കം ഡൽഹിയിൽ പ്രതിഷേധിക്കുന്ന സാഹചര്യമുണ്ടായി. എന്തായാലും അതിന്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ വഖഫ് നിയമ ഭേദഗതി ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചിരിക്കുന്നത്. ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചു. ഇതോടുകൂടി സ്വാഭാവിക നടപടി എന്നോണം ബില്ല് ഇനി നിയമമാകും. എന്തായാലും മുസ്ലിം ലീഗ് അടക്കമുള്ള പാർട്ടികൾ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നത് ബില്ല് നിയമമായതിനു ശേഷമായിരിക്കും സുപ്രീം കോടതിയെ സമീപിക്കുക എന്നതായിരുന്നു. കാരണം ബില്ല് പരിഗണനയിലിരിക്കുന്ന ഘട്ടത്തിൽ സുപ്രീം കോടതിയെ സമീപിച്ചാൽ അത് തള്ളിപ്പോകാനുള്ള സാധ്യതകളുണ്ട്. എന്തായാലും ബില്ല് നിയമമായതോടുകൂടി നിയമ പോരാട്ടത്തിന് കൂടി ഒരുങ്ങുകയാണ് പ്രതിപക്ഷം. മുസ്ലിം ലീഗ് അടക്കമുള്ള മറ്റു പ്രതിപക്ഷ പാർട്ടികൾ കൂടി ബില്ലിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കും എന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും നിയമ പോരാട്ടം ഒരു വഴിക്ക് നടക്കുമ്പോൾ തെരുവുകളിൽ ഈ ബില്ലിനെതിരെ ഇപ്പോൾ നിയമമായിരിക്കുന്ന വഖഫ് നിയമത്തിനെതിരെ പ്രതിഷേധവും ശക്തമാവുകയാണ്. പ്രവിത, അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്. അങ്ങനെ വഖഫ് ബില്ല് നിയമമായി മാറിയിരിക്കുന്നു. രാഷ്ട്രപതി അനുമതി നൽകിയിരിക്കുന്നു, ഒപ്പിട്ടിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് അച്യുതൻ നൽകിയത്. ചരിത്രത്തിൽ ആദ്യമായി പ്രതിരോധ സഹകരണ കരാറിൽ ഒപ്പിട്ട ഇന്ത്യയും ശ്രീലങ്കയും. 2 ദിവസത്തെ സന്ദർശനത്തിനായി ശ്രീലങ്കയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരകുമാര ദിസനായകയും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ധാരണയായത്. അനുരകുമാര ദിസനായകെ ശ്രീലങ്കൻ പ്രസിഡന്റായതിനു ശേഷം ശ്രീലങ്ക സന്ദർശിക്കുന്ന ആദ്യ വിദേശ ഭരണാധികാരിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിരോധ രംഗത്ത് ഇതാദ്യമായി ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പിട്ട നിർണായക കരാറിൽ സംയുക്ത സൈനികാഭ്യാസം, പരിശീലനം എന്നിവ ഉൾപ്പെടുന്നു. ട്രിങ്കോമാലിയെ പ്രധാന ഊർജ്ജ ഹബ്ബായി മാറ്റുന്നതാണ് മറ്റൊരു കരാർ. ശ്രീലങ്കയുടെ കിഴക്കൻ മേഖലയ്ക്കായുള്ള ഇന്ത്യയുടെ ധനസഹായത്തിന് ധാരണയായി. ഊർജ്ജ സുരക്ഷ, ആരോഗ്യം, വ്യാപാരം, ഡിജിറ്റലൈസേഷൻ എന്നിവയിലെ സുപ്രധാന പങ്കാളിത്തമടക്കം ഉഭയകക്ഷി കരാറുകളിൽ ഒപ്പിട്ടു. ഇരു നേതാക്കളും ചേർന്ന് സാംപൂർ സൗരോർജ്ജ പദ്ധതിക്ക് വെർച്വലായി തറക്കല്ലിട്ടു. ശ്രീലങ്കയിൽ പിടിയിലായ തമിഴ് മത്സ്യത്തൊഴിലാളികളുടെ മോചനത്തിനൊപ്പം അവരുടെ ബോട്ടുകൾ വിട്ടു നൽകാനും ധാരണയായെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. ശ്രീലങ്കയുടെ ഭൂമി ഇന്ത്യാവിരുദ്ധ പ്രവർത്തനത്തിന് ഉപയോഗിക്കാൻ അനുവദിക്കില്ലെന്ന ദിസനായകയുടെ പ്രസ്താവന ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നിലനിൽക്കുന്ന ദൃഢമായ ബന്ധത്തിനും വിശ്വാസത്തിനും തെളിവാണെന്ന് പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. തായ്ലൻഡിൽ നടന്ന 6ാമത് ബിംസ്റ്റെക് ഉച്ചകോടിക്ക് ശേഷം ഇന്നലെ വൈകിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രീലങ്കയിൽ ദ്വിദിന സന്ദർശനത്തിനായി എത്തിയത്. വിമാനത്താവളത്തിൽ മോദിയെ സ്വീകരിക്കാൻ വിദേശകാര്യമന്ത്രി വിജിത ഹെറാത്ത് അടക്കം 5 മന്ത്രിമാർ എത്തിയിരുന്നു. കൊളംബോയിലെ ഇൻഡിപെൻഡൻസ് സ്ക്വയറിൽ പ്രധാനമന്ത്രിയെ പ്രസിഡന്റ് ദിസനായകെ സ്വീകരിച്ചു. വിദേശരാഷ്ട്ര തലവന് നൽകുന്ന ശ്രീലങ്കയുടെ പരമോന്നത ബഹുമതി മിത്രവിഭൂഷണ നരേന്ദ്രമോദിക്ക് പ്രസിഡന്റ് സമ്മാനിച്ചു. ചൈനയുമായി പ്രതിരോധ, വ്യാപാര വിഷയങ്ങളിൽ ശ്രീലങ്ക കൂടുതൽ അടുത്ത ബന്ധം സ്ഥാപിച്ചു വരുന്ന പശ്ചാത്തലത്തിലാണ് നരേന്ദ്രമോദിയുടെ ശ്രീലങ്കൻ സന്ദർശനം. റിസർച്ച് ഡെസ്ക് 24. നിരോധിത മത്സ്യബന്ധന ഉപകരണങ്ങൾ ഉപയോഗിച്ചതിന് ഖത്തറിൽ നിരവധി ഏഷ്യൻ മത്സ്യത്തൊഴിലാളികളെ സമുദ്ര സംരക്ഷണ വകുപ്പും പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയവും ചേർന്ന് അറസ്റ്റ് ചെയ്തു. രാജ്യത്തെ മത്സ്യസമ്പത്ത് സംരക്ഷിക്കുന്നതിനും പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ നിലനിർത്താനും ലക്ഷ്യമാക്കിയുള്ള സമുദ്ര മത്സ്യബന്ധന നിയമങ്ങൾ ലംഘിച്ചതിനാണ് അറസ്റ്റെന്ന് മന്ത്രാലയം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും കടലുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുടെ നിയമലംഘനങ്ങൾ നടത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ ലക്ഷ്യമാക്കിയാണ് പരിശോധന. അടുത്തിടെ നടത്തിയ ഒരു പരിശോധനയിൽ സിമ ഫാമിലി ബീച്ചിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ മത്സ്യബന്ധന വലകൾ ഉദ്യോഗസ്ഥർ നീക്കം ചെയ്തിരുന്നു. സന്ദർശന വിസയിൽ സൗദിയിലെത്തിയ ആലപ്പുഴ മണ്ണഞ്ചേരി സ്വദേശി മരിച്ചു. അബ്ദുസലാം മാപ്പിളത്തയിലാണ് സൗദിയിലെ ജുബൈലിൽ ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചത്. കഴിഞ്ഞ ദിവസമാണ് ഉംറ നിർവഹിച്ച് ജുബൈലിൽ തിരികെ എത്തിയത്. കോട്ടയം സ്വദേശിനി നബീസ നെടുവിലപ്പീടികയാണ് ഭാര്യ. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹം ജുബൈലിൽ ഖബറടക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുമായി സാമൂഹ്യ പ്രവർത്തകൻ സലീം ആലപ്പുഴ, നവാഫ് ഓസി, നാഫൽ മണ്ണഞ്ചേരി എന്നിവർ രംഗത്തുണ്ട്.
സംസ്ഥാനത്ത് വേനൽ മഴയിൽ 2 മരണം. കോഴിക്കോട് ചാത്തമംഗലത്ത് വീട്ടമ്മ മിന്നലേറ്റ് മരിച്ചു. ഇടുക്കിയിൽ കനത്ത മഴയിൽ കല്ലും മണ്ണും ദേഹത്ത് വീണ തമിഴ്നാട് സ്വദേശി അയ്യാവാണ് മരിച്ചത്. മുണ്ടക്കയത്ത് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് മിന്നലേറ്റു. ഇന്ന് 6 ജില്ലകളിലും നാളെ 4 ജില്ലകളിലുമാണ് യെല്ലോ അലർട്ടുള്ളത്. ഏലത്തോട്ടത്തിൽ ജോലി ചെയ്യവെയാണ് ഇടുക്കി അയ്യപ്പൻ കോവിൽ സുൽത്താനിയായിൽ താമസിക്കുന്ന അയ്യാവു മരിച്ചത്. കല്ലും മണ്ണും ദേഹത്തേക്ക് പതിക്കുകയായിരുന്നു. ചാത്തമംഗലം താത്തൂർ എറക്കോട്ടുമ്മൽ ഫാത്തിമയാണ് മിന്നലേറ്റു മരിച്ചത്. വൈകിട്ടോടെയായിരുന്നു അപകടം. ഉച്ചയ്ക്ക് ശേഷം പെയ്ത ശക്തമായ മഴയ്ക്ക് പിന്നാലെയുണ്ടായ ഇടിമിന്നലിൽ ഇടുക്കി നെടുങ്കണ്ടത്തും തിരുവനന്തപുരം വെള്ളറയിലും വീടുകൾ തകർന്നു. ഇടുക്കിയിൽ പ്രകാശ് ഗ്രാം പാറയിൽ ശശിധരന്റെ വീടും വെള്ളറട കിളിയൂരിൽ സത്യരാജിന്റെ വീടുമാണ് തകർന്നത്. പാലക്കാട് അമ്പലപ്പാറയിൽ ശക്തമായ കാറ്റിലും മഴയിലും വീട് തകർന്നു. മുണ്ടക്കയത്ത് വരിക്കാനിയിലെ തൊഴിലുറപ്പ് ജോലിക്കിടെ തൊഴിലാളികൾക്ക് മിന്നലേറ്റു. 8 പേർക്കാണ് മിന്നലേറ്റത്. കൊച്ചിയിലും പത്തനംതിട്ടയിലും വിവിധയിടങ്ങളിൽ പരക്കെ വേനൽ മഴ ലഭിച്ചു. ശക്തമായ മഴയിൽ പത്തനംതിട്ട കനറ ബാങ്ക് ശാഖയിലും ATMിലും വെള്ളം കയറി. നല്ലൊരു മഴ പെയ്തു. നമ്മൾ നോക്കുമ്പോൾ പെട്ടെന്ന് ഒരു 10 സെക്കൻഡ് മുമ്പ് സംഭവിച്ച കാര്യങ്ങളായിരുന്നു. വേനൽ മഴ 2 ദിവസം കൂടി തുടരുമെന്നാണ് മുന്നറിയിപ്പ്. ഇന്ന് പത്തനംതിട്ട, നാളെ തിരുവനന്തപുരം, പത്തനംതിട്ട, മലപ്പുറം, വയനാട് ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. തെക്കൻ തമിഴ്നാടിന് മുകളിലും തെക്കൻ ആൻഡമാൻ കടലിന് മുകളിലുമായി നിലനിൽക്കുന്ന ചക്രവാത ചുഴിയും അറബിക്കടലിൽ നിന്നും ബംഗാൾ ഉൾക്കടലിൽ നിന്നും വരുന്ന കാറ്റുമാണ് മഴയ്ക്ക് കാരണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കന്യാകുമാരി തീരത്ത് രാത്രി വരെ കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ട്. 24 തിരുവനന്തപുരം. മലപ്പുറം ജില്ലയെക്കുറിച്ചുള്ള SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ വിദ്വേഷ പ്രസംഗത്തിൽ വ്യാപക പ്രതിഷേധം. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പരാമർശമെന്ന് KPCC അധ്യക്ഷൻ കെ സുധാകരൻ പറഞ്ഞു. വെള്ളാപ്പള്ളി നടേശന് ചികിത്സ വേണമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം പറഞ്ഞു. മലപ്പുറം ജില്ല പ്രത്യേക രാജ്യമെന്നും ഈഴവർക്ക് അവഗണനയെന്നും ആയിരുന്നു വെള്ളാപ്പള്ളി നടേശന്റെ പരാമർശം. സ്വതന്ത്രമായൊരു വായു ശ്വസിച്ചുകൊണ്ട് മലപ്പുറത്ത് നിങ്ങൾക്ക് ജീവിക്കുവാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്വതന്ത്രമായൊരു അഭിപ്രായം പറഞ്ഞു പോലും ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണ്, പ്രത്യേക ചില ആളുകളുടെ സംസ്ഥാനമാണ്. മലപ്പുറത്ത് പ്രത്യേകതരം ആളുകളുടെ ഇടയിൽ ജീവിക്കുന്നത് കൊണ്ട് പിന്നോക്കക്കാർക്ക് സ്വതന്ത്രമായി അഭിപ്രായം പറയാനോ വായു ശ്വസിക്കാനോ പോലും കഴിയുന്നില്ലെന്നാണ് വെള്ളാപ്പള്ളിയുടെ വിവാദ പ്രസംഗത്തിന്റെ ഉള്ളടക്കം. നിലമ്പൂർ ചുങ്കത്തറയിൽ നടന്ന ശ്രീനാരായണ കൺവെൻഷന്റെ ഉദ്ഘാടനമായിരുന്നു വേദി. വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. വെള്ളാപ്പള്ളിക്കെതിരെ KPCC അധ്യക്ഷൻ കെ സുധാകരനും രംഗത്തെത്തി. പറഞ്ഞത് മോശമായി പോയി എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. വെള്ളാപ്പള്ളിയെ പോലുള്ളൊരു വലിയൊരാൾ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. ഇതൊരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കമന്റായി മാറിപ്പോയി എന്ന് ഞങ്ങൾക്കും ഫീൽ ഉണ്ട്. ബോധപൂർവം മതസൗഹൃദം തകർക്കാനുള്ള ശ്രമമെന്ന് AP അനിൽകുമാർ MLA. ഇത് RSSന്റെ അതുപോലെ തന്നെ BJPയുടെ ഒക്കെ നേതാക്കൾ മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. BJPയെ പ്രീണിപ്പിക്കുക എന്നുള്ളതിൽ അദ്ദേഹത്തിന് വലിയ ലക്ഷ്യങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെതായ വ്യക്തിപരമായ താല്പര്യങ്ങളുണ്ടാവും. പക്ഷേ അതിന്റെ പേരിൽ നാട്ടിൽ നിലനിൽക്കുന്ന മതസൗഹാർദ്ദം തകർക്കാൻ ഒരു കാരണവശാലും അനുവദിക്കില്ല. യൂത്ത് ലീഗ് പ്രവർത്തകർ താനൂരിൽ വെള്ളാപ്പള്ളിയുടെ കോലം കത്തിച്ച് പ്രതിഷേധിച്ചു. വെള്ളാപ്പള്ളി നടേശനെതിരെ മുസ്ലിം യൂത്ത് ലീഗ് പോലീസിൽ പരാതി നൽകി. SDPയും PDPയും പരാതി നൽകിയിട്ടുണ്ട്. 24 മലപ്പുറം. RSS മുഖപത്രത്തിൽ കത്തോലിക്ക സഭയ്ക്കെതിരെ പ്രസിദ്ധീകരിച്ച ലേഖനം ആയുധമാക്കി പ്രതിപക്ഷം. വഖഫ് ബിൽ പാസാക്കിയ BJPയുടെ അടുത്ത ലക്ഷ്യം കത്തോലിക്ക സഭയെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു. RSSന്റെ യഥാർത്ഥ മനസ്സിലിരിപ്പാണ് ലേഖനത്തിലൂടെ പുറത്തുവന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. RSS മുഖപത്രമായ ഓർഗനൈസറിൽ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് കത്തോലിക്ക സഭയുടെ സ്വത്ത് വിവരങ്ങളെക്കുറിച്ചുള്ള ലേഖനം പ്രസിദ്ധീകരിച്ചത്. വഖഫ് ബോർഡിനേക്കാൾ ഭൂമി കത്തോലിക്ക സഭയുടെ കയ്യിലുണ്ട്. 20,000 കോടി വിലമതിക്കുന്ന 7 കോടി ഹെക്ടർ ഭൂമി സഭയുടെ പക്കലുണ്ട്. 2457 ആശുപത്രികൾ, 240 മെഡിക്കൽ നഴ്സിംഗ് കോളേജുകൾ, 3000-ഓളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സഭയ്ക്കുണ്ട്. 1927 ബ്രിട്ടൻ നടപ്പാക്കിയ ഇന്ത്യൻ ചർച്ച് ആക്ട് സഭയ്ക്ക് വലിയ തോതിലുള്ള ഭൂമി സ്വന്തമാക്കാൻ അവസരമൊരുക്കിയെന്നും ലേഖനം പറയുന്നു. കണക്കുകൾ ഓർമ്മപ്പെടുത്തുന്നതിനൊപ്പം കത്തോലിക്ക സഭ ഭൂമി സ്വന്തമാക്കിയത് നിയമാനുസൃതമായ മാർഗങ്ങളിലൂടെ തന്നെയാണോ എന്ന സംശയവും ഓർഗനൈസർ ഉന്നയിക്കുന്നു. രാജ്യവ്യാപക ചർച്ചയായതോടെ ലേഖനം ഓർഗനൈസർ പിൻവലിച്ചു. RSS ക്രിസ്ത്യാനികൾക്കെതിരെ തിരിയാൻ അധികം സമയം വേണ്ടിവന്നില്ലെന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം. സഭയുടെ സ്വത്തിനെക്കുറിച്ചുള്ള അനവസരത്തിലുള്ള പരാമർശം ചില വിപൽ സൂചനകളാണ് നൽകുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ.
വഖഫിന് ശേഷം സംഘപരിവാറിന്റെ അടുത്ത ഉന്നം കത്തോലിക്ക സഭയാണെന്നും മുഖ്യമന്ത്രി. ഓർഗനൈസർ ലേഖനത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രംഗത്തെത്തി. RSSന്റെ മുഖപത്രത്തിൽ RSSന്റെ അല്ലാതെ അഭിപ്രായം വരുമോ? RSS എന്നാ പറഞ്ഞിരിക്കുന്നത്? ഇന്ത്യയിലെ ക്രൈസ്തവരുടെ കയ്യിലിരിക്കുന്ന 17.29 കോടി ഏക്കർ തിരിച്ചു പിടിക്കാനുള്ള നടപടി സ്വീകരിക്കണം എന്നാ പറഞ്ഞിരിക്കുന്നത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. ക്രൈസ്തവ സമുദായത്തോടുള്ള അവഗണന തുടർന്നാൽ രാഷ്ട്രീയ പാർട്ടി രൂപീകരണത്തിലേക്ക് കടക്കുമെന്ന മുന്നറിയിപ്പുമായി ക്രൈസ്തവ സമുദായ അവകാശ പ്രഖ്യാപനം. ആരോ പറയുന്ന നിയമങ്ങൾക്ക് ഒപ്പിട്ട് നൽകുന്ന വനം മന്ത്രി കഴിവില്ല എങ്കിൽ രാജിവെക്കണമെന്ന് താമരശ്ശേരി രൂപത ബിഷപ്പ് മാർ റെമീജിയോസ് ഇഞ്ചനാനിയിൽ പറഞ്ഞു. JB കോശി കമ്മീഷൻ റിപ്പോർട്ട് വെളിച്ചം കണ്ടില്ലെങ്കിൽ സമുദായം രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുമെന്ന് തലശ്ശേരി രൂപത ബിഷപ്പ് മാർ ജോസഫ് പാമ്പ്ളാനിയും പറഞ്ഞു. ക്രൈസ്തവ സമുദായം നിലവിൽ നേരിടുന്ന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു താമരശ്ശേരി രൂപതയുടെ ക്രൈസ്തവ സമുദായ അവകാശ പ്രഖ്യാപന റാലിയും പൊതുസമ്മേളനവും. വനപാലകർക്കുള്ള മുന്നറിയിപ്പാണ് ഈ സമ്മേളനമെന്ന് പറഞ്ഞ താമരശ്ശേരി രൂപത ബിഷപ്പ് മാർ റെമീജിയോസ് ഇഞ്ചനാനിയൽ കഴിവില്ലെങ്കിൽ വനം മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടു. കഴിവില്ലെങ്കിൽ വനം മന്ത്രി രാജിവെക്കൂ എന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾക്ക് ജീവിക്കണം. ആരോ പറയുന്ന എഴുതി കൊടുക്കുന്ന നിയമങ്ങൾക്ക് ഒപ്പിട്ടതാണ് ഈ അടുത്ത കാലത്ത് വന നിയമം പാസാക്കുവാൻ പരിശ്രമിച്ചതും അതിനെ നാം കടുത്ത യുദ്ധത്തിലൂടെ തോൽപ്പിച്ചതും. മുഖ്യമന്ത്രി പിണറായി വിജയനായതുകൊണ്ടാണ് JB കോശി കമ്മീഷന് മുന്നിൽ പരാതി നൽകിയതെന്നും ആ റിപ്പോർട്ട് പുറത്തുവിടാത്തത് ക്രൈസ്തവ സമുദായത്തോടുള്ള അവഹേളനമെന്നും തലശ്ശേരി രൂപത ബിഷപ്പ് മാർ ജോസഫ് പാമ്പ്ളാനി. വനം മന്ത്രിക്കെതിരെയും വനം വകുപ്പിനെതിരെയും കടുത്ത വിമർശനം. നമ്മുടെ കൃഷിഭൂമിയിൽ ഇറങ്ങുന്ന വന്യമൃഗങ്ങളെ കൃഷിഭൂമിയിൽ ഇറങ്ങാതെ വനാതിർത്തിക്കുള്ളിൽ നിയന്ത്രിച്ച് നിർത്തേണ്ട ഉത്തരവാദിത്വം വനം വകുപ്പിന്റേതാണ്, വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടേതാണ്. മുനമ്പം നിവാസികളുടെ സമരത്തിന് പൂർണ്ണ പിന്തുണയും പാമ്പ്ളാനി പ്രഖ്യാപിച്ചു. ക്രൈസ്തവ സമുദായ അവകാശ പ്രഖ്യാപന പത്രികയും സമ്മേളനത്തിൽ അവതരിപ്പിച്ചു. 24 കോഴിക്കോട്. എമ്പുരാൻ വിവാദങ്ങൾക്കിടെ നടനും സംവിധായകനുമായ പൃഥ്വിരാജിന് നോട്ടീസ് അയച്ച ആദായ നികുതി വകുപ്പ്. 2022 പുറത്തിറങ്ങിയ ചിത്രങ്ങളുടെ പ്രതിഫല വിവരങ്ങൾ ആരാഞ്ഞാണ് നോട്ടീസ്. എമ്പുരാനുമായി നോട്ടീസിന് ബന്ധമില്ല എന്ന് ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. 2022 പുറത്തിറങ്ങിയ ഗോൾഡ്, കടുവ, ജനഗണമന എന്നീ ചിത്രങ്ങളുടെ പ്രതിഫല വിവരങ്ങൾ തേടിയാണ് ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ്. ഈ ചിത്രങ്ങളിൽ അഭിനേതാവ് എന്ന നിലയിൽ പൃഥ്വിരാജ് പ്രതിഫലം വാങ്ങിയിരുന്നില്ല. എന്നാൽ സഹനിർമ്മാതാവ് എന്ന നിലയിൽ 40 കോടിയോളം രൂപ കൈപ്പറ്റിയതായി കണ്ടെത്തിയിരുന്നു. നികുതി വെട്ടിപ്പിന്റെ ഭാഗമായാണോ ഇതെന്നാണ് വകുപ്പ് അന്വേഷിക്കുന്നത്. താരതമ്യേന സഹനിർമ്മാതാവ് അടയ്ക്കേണ്ട നികുതി തുക അഭിനേതാവിനേക്കാൾ കുറവാണ്. 2022 ഇത് സംബന്ധിച്ച് അന്വേഷണവും ആരംഭിച്ചിരുന്നു. തുടർ നടപടികളുടെ ഭാഗമായാണ് മാർച്ച് 29 നോട്ടീസ് അയച്ചതെന്നും സ്വാഭാവിക നടപടിയാണെന്നുമാണ് ആദായ നികുതി വകുപ്പ് അറിയിക്കുന്നത്. പ്രതിഫലം സംബന്ധിച്ച് ഈ മാസം 29-നകം പൃഥ്വിരാജ് വിശദീകരണം നൽകണം. എമ്പുരാൻ വിവാദങ്ങൾക്കിടെ ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ് പ്രതികാര നടപടിയാണെന്നാണ് ഉയരുന്ന ആക്ഷേപം. 24 കൊച്ചി. ഒരിടവേളയ്ക്ക് ശേഷം സമസ്തയിൽ വീണ്ടും വിഭാഗീയത രൂക്ഷമാകുന്നു. പട്ടിക്കാട് ജാമിയ അനൂരിയയിലെ അധ്യാപകൻ അസ്ഗർ അലി ഫൈസിയെ പുറത്താക്കിയതിൽ പരസ്യ പ്രതിഷേധത്തിന് നീക്കം. ഞായറാഴ്ച പെരിന്തൽമണ്ണയിൽ പ്രതിഷേധം നടത്താനാണ് ഒരു വിഭാഗത്തിന്റെ തീരുമാനം. അമാനത്ത് എന്ന് പറഞ്ഞാൽ സൂക്ഷിപ്പ് സ്വത്താണ്. അത് വളരെ ഭദ്രമായി സൂക്ഷിക്കേണ്ട സാധനമാണ്. ആദർശം അല്ലെങ്കിൽ പിന്നെ എന്താണ് സൂക്ഷിക്കേണ്ടത്? നമ്മൾ സൂക്ഷിക്കേണ്ട സാധനം ഏറ്റവും വലുതെന്താ? ആദർശമില്ലാത്ത മനുഷ്യൻ അവിടെ കണ്ട ആയിലും കയറും, അവിടെ കണ്ട അവിടെയും കയറും, അവിടെ ചെന്നാൽ അവിടെയും ചെല്ലും, ഇവിടെ ചെന്നാൽ അവിടെയും. അതായാലും പ്രശ്നമില്ല, ഇതായാലും പ്രശ്നമില്ല, അതൊക്കെ സൗഹാർദ്ദമാണ് എന്ന് പറഞ്ഞ് നടക്കുന്നവരും നാക്കാലികളും തമ്മിൽ എന്താ വ്യത്യാസം? ഈ പ്രസംഗമാണ് ജാമിയ നൂരിയയിലെ അധ്യാപകൻ കൂടിയായ സമസ്ത മുഷാവറാംഗം അസ്ഗർ അലി ഫൈസിയെ പുറത്താക്കാൻ കാരണമെന്നാണ് പറയുന്നത്. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി തങ്ങളെയാണ് അസ്ഗർ അലി ഫൈസി വിമർശിച്ചതെന്നാണ് ഒരു വിഭാഗം പറയുന്നത്. ജാമിയ മാനേജ്മെന്റ് കമ്മിറ്റിക്കെതിരെ ഏപ്രിൽ 7 പെരിന്തൽമണ്ണയിൽ പ്രതിഷേധ സംഗമം നടക്കും. ജാമിയയിലെ വിദ്യാർത്ഥി കൂട്ടായ്മ നടത്തുന്ന സമ്മേളനത്തിന് സമസ്തയിലെ ലീഗ് വിരുദ്ധരുടെ പിന്തുണയുണ്ട്. സമസ്ത നേതാക്കൾ ആരൊക്കെ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുക്കുമെന്നതാണ് ശ്രദ്ധേയം. സമസ്ത നേരിട്ട് നടത്തുന്ന പാണക്കാട് സാദിഖ് അലി തങ്ങൾ അധ്യക്ഷനായ വിദ്യാഭ്യാസ സ്ഥാപനമാണ് പട്ടിക്കാട് ജാമിയ നൂരിയ. 24 മലപ്പുറം. പകരച്ചുങ്ക പ്രഖ്യാപനത്തിന് 2ാം ദിനവും അമേരിക്കയിലെ 3 പ്രധാന ഓഹരി സൂചികകളിലും വൻ ഇടിവ്. അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് ചൈന 34% തീരുവ ചുമത്തി. അമേരിക്കയുടെ പകരച്ചുങ്കം വ്യാപാര യുദ്ധത്തിനിടയാക്കുമെന്ന ഭീതിയിലാണ് ലോകം.
ട്രംപിന്റെ പകരച്ചുങ്ക പ്രഖ്യാപനത്തെ തുടർന്ന് രണ്ടാം ദിവസവും അമേരിക്കയിലെ 3 പ്രധാന ഓഹരി സൂചികകളിലും വൻ ഇടിവുണ്ടായി. ഡൗ ജോൺസ് 2231 പോയിന്റ് ഇടിഞ്ഞു. S&Pയും നാസ്ഡാക്കും 5% ഇടിവ് രേഖപ്പെടുത്തി. 2022 ശേഷമുള്ള ഏറ്റവും വലിയ തകർച്ചയാണ് നാസ്ഡാക്ക് നേരിട്ടത്. അമേരിക്കയുടെ തീരുവകൾക്കെതിരെ ചൈനയും കാനഡയും തിരിച്ചടിച്ചതോടെയാണ് ഓഹരി വിപണിയിൽ പ്രതിസന്ധി രൂക്ഷമായത്. അമേരിക്കയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന വാഹനങ്ങൾക്ക് കാനഡ 25% തീരുവ പ്രഖ്യാപിച്ചതിനു പിന്നാലെ അമേരിക്കയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് ചൈന 34% തീരുവ ചുമത്തിയിരുന്നു. അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന പ്രധാന ധാതുക്കളിലും ചൈന നിയന്ത്രണം ഏർപ്പെടുത്തി. ട്രംപിന്റെ നീക്കങ്ങൾ അന്താരാഷ്ട്ര വ്യാപാര നിയമങ്ങളുടെ ലംഘനമാണെന്നും ചൈന ആരോപിച്ചു. മറ്റു രാജ്യങ്ങളിലെ വിപണികളിലും തകർച്ച ദൃശ്യമായി. ബ്രിട്ടനിലെ FTSE 5% ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ ജർമ്മനിയിലെയും ഫ്രാൻസിലെയും ഓഹരി വിപണികളും ഏഷ്യൻ വിപണികളിലും സമാനമായ ഇടിവുണ്ടായി. അതിനിടെ അമേരിക്കൻ ഓഹരി വിപണിയിലെ തകർച്ച താൽക്കാലിക മാത്രമാണെന്നും വിപണി വൈകാതെ കുതിച്ചുയരുമെന്നും ട്രംപ് അവകാശപ്പെട്ടു. എന്നാൽ പകരച്ചുങ്കം വ്യാപാര യുദ്ധത്തിനിടയാക്കുകയാണെങ്കിൽ ആഗോള സമ്പദ്വ്യവസ്ഥയ്ക്ക് അത് വലിയ ആഘാതം സൃഷ്ടിക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. റിസർച്ച് ഡെസ്ക് 24. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രതികരണം തേടിയതിന് പിന്നാലെ എറണാകുളം ഗസ്റ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകർക്ക് വിലക്ക്. മാധ്യമങ്ങളെ വിലക്കാൻ കേന്ദ്രമന്ത്രി ആവശ്യപ്പെട്ടതായി ഗസ്റ്റ് ഹൌസ് ജീവനക്കാർ പറഞ്ഞു. ഗസ്റ്റ് ഹൌസ് ജീവനക്കാരുടെ നടപടിയിൽ KUWG പ്രതിഷേധിച്ചു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രതികരണം തേടിയതിന് പിന്നാലെയാണ് ഗസ്റ്റ് ഹൌസ് ജീവനക്കാരുടെ നടപടി. മന്ത്രി മുറിയിലെത്തിയതിന് പിന്നാലെ ഗസ്റ്റ് ഹൌസിൽ നിന്ന് പുറത്തുപോകണമെന്ന് മാധ്യമപ്രവർത്തകരോട് ജീവനക്കാർ ആവശ്യപ്പെട്ടു. മന്ത്രിയുടെ ഗൺമാൻ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് നടപടിയെന്നാണ് ഗസ്റ്റ് ഹൌസ് ജീവനക്കാരുടെ വിശദീകരണം. ഗൺമാൻ പറഞ്ഞത് നിങ്ങളെ ഇവിടുന്ന് പുറത്താക്കണമെന്നാണ് പറഞ്ഞത്. മാധ്യമപ്രവർത്തകരെ ഇവിടെ അനുവദിക്കരുതെന്ന് പറഞ്ഞു. ആര് പറഞ്ഞാണ് ഇവിടെ വന്നിരിക്കുന്നത്? ആര് പറഞ്ഞിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്? ഇവിടെ അനുവദിക്കരുത് മന്ത്രിയെ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഗൺമാനാണ് നിർദ്ദേശം തന്നത്. നിങ്ങൾ ഇവിടുന്ന് മാറ്റണമെന്ന് ഗൺമാനാണ് പറഞ്ഞത്. ഗസ്റ്റ് ഹൌസ് ജീവനക്കാരുടെ നടപടിയിൽ KUWJ പ്രതിഷേധം അറിയിച്ചു. എറണാകുളം പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് ഗോപകുമാർ ഗസ്റ്റ് ഹൌസിൽ നേരിട്ടെത്തിയാണ് പ്രതിഷേധം രേഖപ്പെടുത്തിയത്. ഒരു കേന്ദ്രമന്ത്രിയാണെങ്കിലും സംസ്ഥാന മന്ത്രിയാണെങ്കിലും എന്താണെങ്കിലും ഭരണഘടന നൽകിയിട്ടുള്ള പ്രത്യേക പരിരക്ഷയുണ്ട്. ഓക്കെ, പക്ഷേ അതൊരു പൗരന്റെ പ്രത്യേക സാഹചര്യങ്ങളിൽ എന്തെങ്കിലും 144 പ്രഖ്യാപിക്കുകയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അനിഷ്ടമായ സംഭവങ്ങൾ ഉണ്ടെങ്കിലും ഓക്കെ. അല്ലാതെ നിങ്ങൾ ഈ ഒരു ഗസ്റ്റ് ഹൌസിൽ വരുന്ന മാധ്യമങ്ങളെ പൊതുജനങ്ങളുടെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ പൊതുജനങ്ങളെ പ്രതിനിധീകരിച്ച് വരുന്ന ഈ രാജ്യത്തുള്ള മാധ്യമങ്ങളെ നിങ്ങൾ എങ്ങനെ തടയുന്നത്? ജബൽപൂരിൽ വൈദികന് നേരെയുണ്ടായ അക്രമത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളോടും മാധ്യമപ്രവർത്തകരോടുള്ള പെരുമാറ്റം സംബന്ധിച്ച ചോദ്യങ്ങളോടും കേന്ദ്രമന്ത്രി ഇന്നും പ്രതികരിച്ചില്ല. 24 കൊച്ചി. ഫോക്കസ് പൂർണ്ണമാകുന്നു.